Welcome to AIN Media. Good evening. പരമ്പരാഗത അധ്യാപനം മാറും, എയും യന്ത്രമനുഷ്യരും വ്യാപകമാകും. മന്ത്രി ഗഡ്കരി 2050 ആകുമ്പോഴേക്കും 2000 കോടിയിലധികം റോബോട്ടുകൾ പ്രവർത്തനക്ഷമമാകും. ഈ റോബോട്ടുകൾ വ്യവസായങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുക മാത്രമല്ല, തൊഴിൽ വിപണികളിലും നൈപുണ്യ ആവശ്യകതകളിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തും. ദുബൈ വിദ്യാഭ്യാസ മേഖലയിൽ പരമ്പരാഗത അധ്യാപന രീതികൾ അവസാനിക്കുകയാണെന്ന് UAE മന്ത്രിസഭാ കാര്യമന്ത്രിയും ലോക ഭരണകൂട ഉച്ചകോടി സംഘാടക സമിതി അധ്യക്ഷനുമായ മുഹമ്മദ് അൽ ഗർഗാവി. ഉച്ചകോടിയിലെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 25 വർഷത്തേക്കുള്ള ധീരമായ ദർശനം വേണം, സാങ്കേതിക പുരോഗതി കണക്കിലെടുക്കണം. വിദ്യാഭ്യാസം, സാമ്പത്തിക വളർച്ച, സാമൂഹിക മൂല്യങ്ങൾ എന്നിവയിൽ പരമ്പരാഗത സമീപനങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ ആഗോള നേതാക്കൾ തയ്യാറാകണം. വിദ്യാഭ്യാസം വ്യക്തിഗതമാക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പഠന മാതൃകകൾ സ്വീകരിക്കാൻ ഭരണകൂടങ്ങൾ ബാധ്യസ്ഥരാണ്. AI ഒരു പരിവർത്തന ഉപകരണമായി മാറി. അവ വ്യക്തിഗതമായ പഠന അനുഭവങ്ങൾ സാധ്യമാക്കുന്നു, വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രാപ്യമാക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ശാരീരികവും വൈജ്ഞാനികവുമായ കഴിവുകൾ പുനർനിർവചിക്കേണ്ടതുണ്ട്. ഈ പുരോഗതികൾ ഉൽപാദനക്ഷമത, ദീർഘായുസ്, സർഗാത്മകത എന്നിവയുമായി ലയിക്കാൻ കഴിയുന്ന ഒരു പുതിയ യുഗത്തിലേക്ക് മനുഷ്യരെ നയിക്കും. ഈ സാങ്കേതിക വിദ്യകൾ വികസിക്കുമ്പോൾ സമൂഹങ്ങൾ പുതിയ ധാർമ്മിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കും. പക്ഷേ ആഗോള പ്രശ്നങ്ങൾക്ക് അഭൂതപൂർവമായ പരിഹാരങ്ങളും അവയ്ക്ക് ലഭിക്കും. മനുഷ്യ നാഗരികതയുടെ ചരിത്രത്തിലെ ഒരു ഘട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഘട്ടത്തിലേക്ക് നാം മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2050 ആകുമ്പോഴേക്കും ലോകജനസംഖ്യ 1000 കോടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളർച്ചയുടെ ഭൂരിഭാഗവും ഏഷ്യയിലും ആഫ്രിക്കയിലുമായിരിക്കും. ഈ ജനസംഖ്യാപരമായ വിസ്ഫോടനം അനിവാര്യമായും തൊഴിലവസരങ്ങളെയും ഉപഭോഗരീതികളെയും ആഗോള സമ്പദ്വ്യവസ്ഥയെയും ബാധിക്കും. സുസ്ഥിര വളർച്ചാ മാതൃകകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ഭാവിയിൽ തൊഴിൽ ശക്തി ഉറപ്പാക്കിയും UAE വെല്ലുവിളികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു.